ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മുടെ പഴയകാല ഒരു പലഹാരമായിട്ടുള്ള ഓട്ടടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഇലയുടെ കരിഞ്ഞ മണവും മൊരിഞ്ഞ ഓട്ടട കഴിക്കാൻ തന്നെ വളരെ സ്വാദിഷ്ടമാണ്. ഇതുണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ഓട്ടട ഉണ്ടാക്കുന്നതിന് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചൂടുവെള്ളമൊന്നും വേണ്ട. നമ്മൾ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ച് മാവൊന്ന് അയച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം ഞാനൊരു സ്പൂൺ കൊണ്ട് കുഴച്ച് ലാസ്റ്റ് കൈ കൊണ്ട് കുഴച്ചാലേ ശരിയാവുകയുള്ളൂ. ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടെ എടുത്തിരുന്നു, അതാണിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് മാവിന് 2 കപ്പ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് കൈ കൊണ്ട് ഇനി ഇതൊന്ന് ഇളക്കി എടുക്കാം. ഓട്ടടയുടെ ബാറ്റർ റെഡിയാക്കുമ്പം ഏതാണ്ട് ഇതുപോലെ തന്നെ ഇരിക്കണം. മാവ് നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി മടക്കകത്ത് വെക്കുന്നതിനുള്ള ശർക്കരയും തേങ്ങയും കൂടെയുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കാം. ഞാനൊരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് ശർക്കര ഉരുക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പഞ്ചസാര കൂട്ടി പൊടിച്ചതും ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഓട്ടടയ്ക്കകത്ത് വെക്കേണ്ട തേങ്ങയുടെ കൂട്ടും നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഇലയിലേക്ക് പരത്താം. ഓട്ടട മാവ് പരത്താനായിട്ട് ഞാൻ വാഴയിലയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാവ് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. വെള്ളത്തിലൊന്ന് കൈമുക്കിക്കൊണ്ട് വളരെ സോഫ്റ്റായിട്ടും തിന്നായിട്ടും നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കാം. കട്ടി കുറയ്ക്കും തോറും നല്ല രുചിയായിരിക്കും ഇതിന്. നന്നായിട്ട് നമ്മളത് പരത്തിയെടുത്തു. കേരളീയരുടെ ഒരു പ്രധാന പലഹാരമാണ് ഈ ഓട്ടട. നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത് മടക്കി കൊടുക്കാം. നമുക്ക് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഓട്ടട ചുട്ടെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ആണെങ്കിൽ നല്ലതാണ്. ഇത് ഞാനൊരു പഴയ ഒരു പാനാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഓട്ടട ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയാണ്. വിസ്താരമുള്ള ചട്ടിക്കകത്തും ഈ ഇലയുടെ ഓട്ടട ഇട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പഴയ കാലത്തെ പലഹാരം കൂടിയാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ ഇല ഇങ്ങനെ കരിഞ്ഞു വരണം, എന്നാലേ അതിന് നല്ല രുചി ഉണ്ടാകത്തുള്ളൂ. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിനു മുമ്പ് നമുക്കിതൊന്ന് നോക്കിക്കേ. അട നല്ല മൊരിഞ്ഞു വരുന്നുണ്ട്. നല്ലതായിട്ട് മൊരിഞ്ഞാൽ അത്രയും രുചിയായിരിക്കും. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഉള്ളത് ചുട്ടെടുക്കാം. അടുത്തത് നമ്മൾ ചുട്ടെടുത്തു. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള ഓട്ടട റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.